ആ ആ ശരി ശരി. അയ്യോ നമോ. ആ അയ്യോ 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 അടിക്കലേ അടിക്കലേ. അയ്യോ അയ്യോ അടിക്കലേ. ഭയപ്പെടാ, എന്തു പറ്റി? അയ്യോ ഭാരത് മാതാ കീ ജയ്. പതിവ് പോലെ ഇത്തവണയും നിന്റെ പദ്ധതി പാളിപ്പോയോടാ പരമേശ്വര. ഇതേ ഞാനങ്ങ് മംഗലാപുരത്ത് നിന്ന് ഇറക്കിയ ആൾക്കാരാ. അടയാളവും വണ്ടി നമ്പറും സഹിതം സർവവും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു 6 മാസം ബാലൻ എണ്ണത്തുണിയിലാകുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. നീ ഒന്ന് പതുക്കെ പറയേ, ഇവിടെ ആൾക്കാരുള്ളതാ. കാര്യങ്ങൾ പറയുമ്പോ ഒരു ഒളിവും മറവും ശ്രദ്ധയൊക്കെ വേണ്ടേ പരമേശ്വര? ആ ആഹാ, ദേ അവന്മാര് വിളിക്കുന്നുണ്ട്. ഡാ, എന്തായി കാര്യങ്ങള്? എനിക്കറിയായിരുന്നു നിങ്ങൾ കാര്യങ്ങൾ വെടിപ്പായി തന്നെ ചെയ്യുമെന്ന്. പറഞ്ഞതിനേക്കാൾ 10,000 രൂപ കൂടുതൽ നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ടുതരും. ഇതേ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനിയും വേണ്ടിവരും നിങ്ങളെ എനിക്ക്. അതിതുപോലെ ചെറിയ തട്ടുമുട്ടൊന്നും ആയിരിക്കില്ല, തീർത്ത് തരേണ്ടി വരും. ഓക്കേടാ, ഞാൻ വിളിച്ചോളാം. ദേ, ഇത്തവണ അമ്മയുടെ മകൻ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഒരു ആംബുലൻസിന്റെ ശബ്ദത്തിന് ചെവിയോർത്തിരുന്നു അമ്മേ. നേരെ ചൊവ്വേ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ത്രാണിയില്ലാത്ത അവസ്ഥയില് അമ്മയുടെ ബാലചന്ദ്രനെയും കൊണ്ട് ആൾക്കാരിപ്പോ ഈ വീട്ടിന്റെ മുറ്റത്തെത്തും. വല്ലപ്പോഴെങ്കിലും നിന്നെ ഞാൻ കഴിവുകെട്ടവനെന്നും വിഡ്ഢിയെന്നും വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ പ്രാപ്തിയല്ലാത്തവനല്ലാത്തതുകൊണ്ടല്ല. തന്ത്രം കൊണ്ടും കുതന്ത്രം കൊണ്ടും വിജയങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിലും, ഒരു നോട്ടം കൊണ്ട് ആളെ അളക്കുന്നതിലും, ഒരു വാക്കുകൊണ്ട് അവസാനിപ്പിച്ച് കളയുന്നതിലും നിന്റെ അച്ഛൻ വീരഭദ്രൻ കാണിച്ചിരുന്ന ഒരു മിടുക്കുണ്ട്. ആ തോളിനൊപ്പം അല്ല, അതിനേക്കാൾ തലപ്പൊക്കത്തിൽ നീ വളരണമെന്ന ഈ അമ്മയുടെ മോഹമാണ് പലപ്പോഴും കുറ്റപ്പെടുത്തലുകളായി പുറത്തു വരുന്നത്. എനിക്കറിയാമായിരുന്നു നീ വിജയിക്കുമെന്ന്. ഇത് ഈ നാടിന്റെ ബാലൻ മാഷിന് കിട്ടുന്ന ആദ്യത്തെ തിരിച്ചടി. ഗംഭീരം മോനെ. ഞാനും മോളും കൂടി
പറമ്പിലേക്കൊന്ന് ഇറങ്ങി. ഒരു ചെറിയ വിളവെടുപ്പ്. ഇതൊന്നും എന്റെ വകയല്ല കേട്ടോ, ഇവളുടെ സ്വന്തം കൃഷിയാ. ഈ വീട്ടിലെ പുതിയ തലമുറ കർഷക. അയ്യോ, കർഷകന്നൊന്നും പറയാൻ പറ്റില്ല. ഗോവിന്ദമ്മ വയലിൽ കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്ന വെണ്ടവിത്തിൽ നിന്ന് ഒരു 5 ഞാൻ മോഷ്ടിക്കും. പിന്നെ ഒരു 10 വഴുതനത്തൈ, ഫാമിൽ നിന്ന് കുറച്ച് ചാണകവും, മുറിച്ചു വെച്ചിരിക്കുന്ന കപ്പത്തണ്ടിൽ നിന്ന് ഒരു 15 കഷ്ണം അടിച്ചു മാറ്റും. വെട്ടുകളയിലൊക്കെ തനിച്ച് തന്നെയാ. അതാ എന്റെ കൃഷി. ഈ വീട്ടിലെ ജോലി തിരക്കിനിടയിലും ഇവളിതിന് സമയം കണ്ടെത്തുന്നു എന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അല്ല ബാല, നീ സ്കൂട്ടിയുടെ പുറകില് കുറെ വാഴക്കന്നൊക്കെ എടുത്ത് വെക്കുന്ന കണ്ടായിരുന്നല്ലോ, എന്നിട്ട് പോയില്ലേ? അത് പറയാതിരിക്കുന്ന നല്ലത്. ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനില്ലേ, എന്റെ മരുമകൻ പായിപ്പാടൻ രമേശൻ. അവൻ എനിക്കിട്ടൊരു പണി തന്നു. എന്തു പറ്റി ബാലേന്ദ്ര? എന്റെ മുത്തശ്ശി എന്നെങ്കിലും ഇവിടുത്തെ വാർഡിൽ നിന്നും മത്സരിച്ച് ജയിച്ച് ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആവണം എന്ന് ദിവാസ്വപ്നം കണ്ട് നടക്കുന്ന ആളാ ഈ രമേശന്റെ. കൃഷിഭവനിലെ സൗജന്യ വിതരണത്തിന് വേണ്ടിയിട്ട് ബാലമാമ വാഴക്കന്ന് കൊണ്ടുപോകുന്നത് കണ്ടപ്പോ അത് കൊടുത്ത ആൾക്കാരെ സ്വാധീനിക്കാമെന്ന് കരുതി ആ ജോലി രമേശേട്ടൻ കയറിയെങ്കിൽ ഏറ്റുപിടിച്ചതാ.